ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ പുളിയിഞ്ചിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തനത് ശൈലിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് രുചികരമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഇഞ്ചിക്കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു റെസിപ്പി. എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് കാണാം. ഇതിനായി ഞാനിവിടെ നാടൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നാടൻ ഇഞ്ചിയാണ് അതായി ഇരിക്കുന്നത്. അപ്പോൾ നാടൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, കുറച്ച് പച്ചമുളകും കൂടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ക്ലീൻ ചെയ്യുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇഞ്ചി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെളിയൊക്കെ ഇളകി വരികയും ചെയ്യും. അതുപോലെ അതിൻ്റെ പുറംതോട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ. ഇതൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ വട്ടത്തിനാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പച്ചമുളക് ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചോപ്പറിലൊക്കെ ഇട്ട് ചെറുതായിട്ട് കുനൂന വേണമെങ്കിൽ അരിയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തനത് ശൈലിയിൽ വട്ടത്തിന് അമ്മമാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വട്ടത്തിനാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇഞ്ചി വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ. നല്ലെണ്ണ, അങ്ങനെയുള്ള പാം ഓയിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും ഇഞ്ചി ഇടുന്നതുമായിട്ടുള്ള ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയോ അത് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ഇഞ്ചി നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിടാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ സൈസ് പുളിയാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇഞ്ചി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാൻ പാടില്ല. കാര്യം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗണിഷ് കളറാണ്. നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല മണമാണ് കേട്ടോ. ഇത് വറുത്ത് കോരുമ്പോൾ ഒരു പ്രത്യേക ഇഞ്ചിയുടെ ഒരു മണമാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചൊവയായിരിക്കും, അതുപോലെ കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് തന്നെ വറുക്കുമ്പോൾ നമ്മൾ കൂടെ നിന്ന് തന്നെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ ഇനി നമുക്കിത് മിക്സിയിലെ ജാറിൽ പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട, അങ്ങ് പൊടിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് നമ്മൾ വറുത്ത് കോരിയില്ലേ, ഇഞ്ചി നേരത്തെ വറുത്ത് കോരിയ എണ്ണ ബാക്കിയുണ്ടല്ലോ, അതിൽ തന്നെ കടുക് താളിക്കാൻ വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വറുത്ത് കോരിയ എണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ആ കടുക് താളിച്ച് അതിൽ നമ്മൾ ഇതുപോലെ മുളക് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്വാദാണ് കേട്ടോ. ആ ഒരു എണ്ണ കളഞ്ഞിട്ട് നിങ്ങൾ വേറെ എണ്ണയാണ് ഒഴിക്കുന്നതെങ്കിൽ ആ ഒരു സ്വാദ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊരു ടിപ്പാണ്. അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മുളക് വഴണ്ടി വന്നാൽ നമുക്കിത് ഇഞ്ചി പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ടിപ്പുകൾ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ട് വെച്ചിരുന്ന ആ ഒരു പുളി നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ കിടന്ന് തിളയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാമേ. ഏകദേശം ഞാനിവിടെ 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഉലുവാപ്പൊടിയൊക്കെ ഇതിന് പ്രധാനമാണ് കേട്ടോ. ഒരു ഉലുവയുടെയൊക്കെ ഒരു മണം ഇതിന് കിട്ടണമെങ്കിൽ ഒരല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്ക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 1/2 സ്പൂണ് അല്ലെങ്കിൽ 1/4 സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കായപ്പൊടി ആവശ്യം
ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അളവ് പറയുന്നില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല തിളച്ച് കുറുകി വരാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോഴാണ് ആ ഒരു ഇഞ്ചിക്കറിക്ക് തനതായിട്ടുള്ള ആ ഒരു രുചി കിട്ടത്തുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ശർക്കര ചേർക്കാറുണ്ട്, ചിലർ ഇഞ്ചിക്കറിയിൽ ശർക്കര ചേർക്കാറില്ല, പക്ഷെ ഞങ്ങളിവിടെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഒരു ചേർന്ന ഒരു കറിയായിരിക്കും നമ്മുടെ ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന ഇഞ്ചിക്കറി. അപ്പോൾ ഇതാ ഒരു വല്ലം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വല്ലം എന്ന് പറയുമ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരണം, ഒരു പേസ്റ്റ് രൂപം പോലെ ആക്കണം. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കുറുക്കി എടുക്കുവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു ഇഞ്ചിക്കറിക്ക് നമ്മുടെ പുളിയും എരിവും അതുപോലെ മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇഞ്ചിക്കറിക്ക്. എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചില നാടുകളിൽ ശർക്കര ചേർക്കാറില്ല, പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇതാ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല ഓണ വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബായ്.